Today, let's do some more problems from the topic permutations. Find the number of words with or without meaning which can be made using all the letters of the word again. If these words are written as in a dictionary, what will be the 50th word? ഈ പ്രോബ്ലത്തിൽ എഗെയിൻ എന്ന ഇംഗ്ലീഷ് വേർഡിലെ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്തുകൊണ്ട് നിർമ്മിക്കാവുന്ന വേർഡ്സുകളുടെ എണ്ണം ആണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ എന്ന് പറയുന്ന വേർഡിന് ആകെ 5 ലെറ്റേഴ്സ് ആണുള്ളത്. പക്ഷേ ഇവിടെ 2 A's are alike. Therefore, we have to use the formula permutations with something alike. ഈ എഗെയിൻ എന്ന് പറയുന്ന വേർഡിൽ 2 എകൾ ഒരുപോലെ ആയതിനാൽ എ റിപ്പീറ്റ് ചെയ്ത് 2 പ്രാവശ്യം വന്നിരിക്കുന്നതിനാൽ സംതിങ് എലൈക്ക് എന്ന ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് വേർഡ്സ് ഈസ് n factorial by p factorial q factorial etc. Here the number of letters 1, 2, 3, 4, 5. 5 factorial by 2 A's are alike. Therefore 2 and that is equal to 60. അപ്പോൾ എഗെയിൻ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് 60 വാക്കുകൾ നിർമ്മിക്കാവുന്നതാണ്. ഇനിയും ഈ വേർഡ്സ് ഒരു ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്താൽ 50ാമത്തെ വേർഡ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഡിക്ഷണറിയിൽ വേർഡ്സ് അറേഞ്ച് ചെയ്യുന്നത് ആൽഫബറ്റിക് ഓർഡറിലാണ്. എഗെയിൻ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഫസ്റ്റ് വേർഡ് എഴുതാം. എ, പിന്നെ എ, ജി, ഐ, എൻ. AAGIN ആയിരിക്കും ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന ഫസ്റ്റ് വേർഡ്. ഇനി നമുക്ക് 50ാമത്തെ വേർഡാണ് വേണ്ടത്. അപ്പോൾ ഈ ഡിക്ഷണറിയിൽ ആദ്യം എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കും എഴുതുക. അത് നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് വേർഡ്സ് ബിഗിനിങ് വിത്ത് എ. ഈ എയിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എ ആദ്യം ഫിക്സ് ചെയ്യണം, പിന്നെ ബാക്കി 4 ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്താൽ മതി. 1, 2, 3, 4. അത് സാധാ പെർമ്യൂട്ടേഷനാണ്, സംതിങ് എലൈക്ക് അല്ല. ഒരു എ, ഒരു ജി, ഒരു ഐ, ഒരു എൻ. Therefore 4 factorial is equal to 24. Now number of words beginning with, അടുത്തത് എ ആണ്, വീണ്ടും അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല, ജി. നമ്പർ ഓഫ് വേർഡ്സ് ബിഗിനിങ് വിത്ത് ജി. ജിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ജി നമ്മൾ ആദ്യം പേസ്റ്റ് ചെയ്യുന്നു. ബാക്കി ലെറ്റേഴ്സ് എ, ഐ, എൻ. ജി പേസ്റ്റ് ചെയ്താൽ AAIN. ഈ 4 ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ 2 എ ഒരുപോലെ ആയതുകൊണ്ട് പെർമ്യൂട്ടേഷൻസ് വിത്ത് സംതിങ് എലൈക്കാണ്. ആകെ 4 ലെറ്റേഴ്സ്. 4 factorial ഡിവൈഡഡ് ബൈ 2 പ്രാവശ്യം എ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് 2 factorial. ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അങ്ങനെ ആകുമ്പോൾ എയിലും ജിയിലും തുടങ്ങുന്ന വേർഡ്സുകൾ ടോട്ടൽ എടുത്താൽ 36 വേർഡ്സ് ഉണ്ടാവും. നമ്മൾ ഇനിയും ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യുന്നത് നമ്പർ ഓഫ് വേർഡ്സ് ബിഗിനിങ് വിത്ത് ഐ ആണ്. ഇനിയും ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യുന്നത് ഐയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ്. ദെർഫോർ നമ്പർ ഓഫ് വേർഡ്സ് ബിഗിനിങ് വിത്ത് ഐ എന്ന് പറയുമ്പോൾ ഐ ആദ്യം പേസ്റ്റ് ചെയ്യുക, പിന്നീടുള്ള ലെറ്റേഴ്സ് AAGN. ഈ 4 ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ വീണ്ടും സംതിങ് എലൈക്കാണ്. Therefore 4 factorial ഡിവൈഡഡ് ബൈ 2 factorial. ദാറ്റ് ഈസ് ഓൾസോ 12. അപ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് ബിഗിനിങ് വിത്ത് AGI ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ എടുക്കുമ്പോൾ 48 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 50th വേർഡാണ്. Therefore 49th വേർഡ് സ്റ്റാർട്ട്സ് വിത്ത് എൻ. ആദ്യം എയിൽ തുടങ്ങുന്ന എഴുതി, പിന്നെ ജിയിൽ തുടങ്ങി, പിന്നെ ഐയിൽ തുടങ്ങിയ വേർഡ്സ് എടുത്തപ്പോഴത്തേക്കും 48 വേർഡ്സ് ആയി. ഇനി നമുക്ക് 49th വേർഡ് നമുക്കറിയാം അത് എന്നിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. Therefore 49th വേർഡ് ഈസ് NAAGI. ഇത് മാത്തമാറ്റിക്സ് അല്ല, കോമൺ സെൻസ് ഉപയോഗിച്ച് എഴുതുക. NAAGI. Therefore the 50th വേർഡ് ഈസ് NAAGI.
IG 50th വേർഡ് കിട്ടാൻ ലാസ്റ്റ് 2 ലെറ്റേഴ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യേണ്ടത്. ഫസ്റ്റിലെ ചേഞ്ച് ചെയ്യരുത്. ദെർഫോർ 50th വേർഡ്സ് ഈസ് NAAIG. ഒരു പ്രാവശ്യം കൂടെ പറയാം. ഫസ്റ്റ് വേർഡ് AAGIN ആണ്. ആദ്യം നമ്മൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് കണ്ടുപിടിച്ചു, അപ്പോൾ 24 വേർഡ്സ് ആയി. അടുത്തത് ജിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് 12, അപ്പോൾ 36 ആയി. ഐയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് കണ്ടുപിടിച്ചപ്പോൾ 12, ആകെ 48 വേർഡ്സ് ആയി. Therefore we know that the 59th word will start with the N. എന്നിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ 49th വേർഡ് കണ്ടുപിടിച്ചു, തുടർന്ന് 50th വേർഡും കണ്ടുപിടിച്ചു. ആൻസർ ഈസ് NAAIG. In how many ways can 5 girls and 3 boys be seated in a row so that no 2 boys are together? In this problem, we are given 5 girls and 3 boys, and we have to give them seat in a row so that no 2 boys are together. 2 ബോയ്സ് അടുത്തടുത്ത് വരാത്ത വിധം ഇവരെ നമ്മൾ സീറ്റിംഗ് കൊടുക്കണം. ഗേൾസിനെ അറേഞ്ച് ചെയ്ത ശേഷം 2 ബോയ്സ് ഒന്നിച്ച് അടുത്തടുത്ത് വരാത്ത വിധം വേണം സീറ്റ് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ സീറ്റിങ്ങിൽ പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലാത്തത് ഗേൾസ് ആണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഗേൾസിനെ അറേഞ്ച് ചെയ്യുന്നു. 5 ഗേൾസ് ആണുള്ളത്. 5 girls can be arranged in 5 factorial ways. 5 ഗേൾസിൽ 5 പേരെയും അറേഞ്ച് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് 5p5 or 5 factorial, that is 120 ways. ഗേൾസിന് പ്രത്യേകം സീറ്റിംഗ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആദ്യം നമ്മൾ ഗേൾസിനെ അറേഞ്ച് ചെയ്തു. 5 ഗേൾസിനെ 5 ഫാക്ടോറിയൽ വേസ് 5p5 വേസിൽ അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് 120 വേസ്. ഓക്കെ, ഇനി ബോയ്സിന് എത്ര സീറ്റ് അവൈലബിൾ ആണെന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, ഗേൾസിനെ അറേഞ്ച് ചെയ്തു. 5 ഗേൾസ് ആണുള്ളത്. നമുക്കിവിടെ ഒരു ബോയിയെ ഇരുത്താം. ഇവിടെ ഒരു ബോയിയെ ഇരുത്തിയാൽ 2 ബോയ്സ് അടുത്തടുത്ത് വരില്ല. ഇതൊരു ഗേളാണ്. ഇവിടെ ഒരു ബോയിയെ ഇരുത്താം, ഇവിടെ ഒരു ബോയിയെ ഇരുത്താം, ഇവിടെ വേണമെങ്കിൽ ഒരു ബോയിയെ ഇരുത്താം, ഇവിടെ ഒരു ബോയിയെ ഇരുത്താം, ഇവിടെ ഒരു ബോയിയെ ഇരുത്താം. ഈ ഇൻഡു മാർക്ക് കാണിച്ചിടത്തൊക്കെ ബോയ്സിന് നമ്മൾ സീറ്റ് കൊടുത്താൽ 2 ബോയ്സ് അടുത്തടുത്ത് വരില്ല. അങ്ങനാണെങ്കിൽ ബോയ്സിന് അവൈലബിൾ ആയിട്ടുള്ള സീറ്റ്സ് 1, 2, 3, 4, 5, 6 ആണ്. 6 പ്ലേസസ് ആർ അവൈലബിൾ ഫോർ ബോയ്സ്. പക്ഷേ 3 ബോയ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 6 പ്ലേസസിൽ 3 പ്ലേസ് എടുത്തുകൊണ്ട് വേണം അറേഞ്ച് ചെയ്യാൻ. Therefore, boys can be seated in 6p3 ways. അടുത്തടുത്ത് 2 ബോയ്സ് വരാത്ത വിധം സീറ്റ് കൊടുത്താൽ 1, 2, 3, 4, 5, 6 പ്ലേസസ് ബോയ്സിന് അവൈലബിൾ ആണ്. അതിൽ 3 ബോയ്സ് മാത്രമേ ഉള്ളൂ. 3 സീറ്റ് എടുത്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് 3, 3 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ ബൈ 3, that is also 120. Therefore, number of ways is equal to, നമുക്ക് ആദ്യം ഗേൾസിനെ അറേഞ്ച് ചെയ്യണം 120 ഇൻറ്റു ബോയ്സിനെ അറേഞ്ച് ചെയ്യാൻ 120. Therefore, the answer is 14400. 2 അറേഞ്ച്മെൻറ്റും ആവശ്യമാണെങ്കിൽ ആൻഡ് എന്ന ഓപ്പറേഷനാണ്, അപ്പോൾ ഇൻറ്റു ആണ് ഇടേണ്ടത്. ഓക്കെ, if the different permutations of all the letters of the word examination are listed as in a dictionary, how many words are there in the list before the first word starting with E? ഈ പ്രോബ്ലത്തിൽ നമുക്ക് എക്സാമിനേഷൻ എന്ന് പറയുന്ന 11 ലെറ്റേഴ്സ് ഉള്ള ഒരു വേർഡാണ് തന്നിരിക്കുന്നത്. ഈ വേർഡിലെ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്ത് ഫോം ചെയ്യാവുന്ന വിവിധ വാക്കുകളിൽ ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഇ എന്ന് പറയുന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വേർഡിന് മുകളിലായി എത്ര വേർഡ്സ് ഉണ്ടാകും എന്നാണ് ചോദ്യം. അപ്പോൾ എക്സാമിനേഷൻ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്ത് കിട്ടുന്ന വാക്കുകൾ ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യുന്നത് ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും. അത് കാരണം നമുക്ക് ഫസ്റ്റ് വേർഡ് ഒന്ന് കണ്ടുപിടിക്കാം. എ, ഇ,
IIMNNOTX. 1 2 3 4 5 6 7 8 9 10 11. ഞാൻ പറഞ്ഞിട്ടുണ്ട് അറേഞ്ച് ചെയ്യുമ്പോൾ വീണ്ടും ലെറ്റേഴ്സ് ഒന്നുകൂടെ എണ്ണി നോക്കണം, ഏതെങ്കിലും ലെറ്റേഴ്സ് വിട്ടുപോയിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേർഡ്സ് ഡിക്ഷണറിയിൽ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കും എഴുതുക. അപ്പം നമുക്ക് നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് എ. നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് എയിൽ തുടങ്ങുന്ന വേർഡ്സ് എല്ലാം ഡിക്ഷണറിയിൽ ഇയിൽ തുടങ്ങുന്ന ഫസ്റ്റ് വേർഡിന് മുമ്പേ ആയിരിക്കും വരിക. അപ്പോൾ ഈ 10 ലെറ്റേഴ്സാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. ഈ 10 ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ അത് വീണ്ടും സംതിങ് എലൈക്കാണ്. ഐ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, എൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, എ ഒരെണ്ണം ആദ്യം പേസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അതുകൊണ്ട് ആ 10 ലെറ്റേഴ്സിൽ എയ്ക്ക് റെപ്പറ്റീഷൻ ഇല്ല. Therefore 10 factorial divided by 2 i's are alike. Therefore 2 factorial. 2 n's are alike. Therefore 2 factorial. This is equal to 907,200. ഈ ഡിക്ഷണറിയിൽ എക്സാമിനേഷൻ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഫോം ചെയ്യുന്നതിൽ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 907,200 വേർഡ്സ് ഉണ്ടായിരിക്കും. ഇനി അടുത്തത് എ എടുക്കേണ്ട ആവശ്യമില്ല, എ ഒരു പ്രാവശ്യം എടുത്താണ്. പിന്നെ ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റേഴ്സാണ് വരുന്നത്, ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സാണ് വരുന്നത്. ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് നമുക്ക് ആവശ്യമില്ല. ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വേർഡിന് മുമ്പേയുള്ള വേർഡ്സാണ് വേണ്ടത്. ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വേർഡിന് മുമ്പേയുള്ള വേർഡ്സ് എന്ന് പറയുമ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് മാത്രം എടുത്താൽ മതി. Therefore number of words in the dictionary before the first word starting with E is 907,200. ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വേർഡിന് മുമ്പ് ഡിക്ഷണറിയിൽ 907,200 വേർഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ.